ഹായ് ഗൈസ്. ഗൈസ്, നമ്മൾ ജസ്റ്റ് ഓപ്പറേഷൻ ട്രാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ, ഒഫീഷ്യൽ അല്ലേ, ടീസറാണ്. ഓക്കെ, സോറി, ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒഫീഷ്യൽ ടീസർ, അപ്പം അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പം എൻ്റെ റിയാക്ഷൻ നോക്കാം. 5 militants were killed in the army's crossfire. ജോബി ജോർ തലപ്പൻ. We need names. I think you're dealing with a terrorist. I need the National Investigation Agency. On the ground. ഓപ്പറേഷൻ ട്രാവൽ. എന്ന് വെച്ചാ എന്താ അറിയോ എനക്ക്? Rules and regulations. മുടിയൊക്കെ കട്ടി കിടക്കണം. വിനേറെ ஸ்கெட்ச் போடுங்க சார். எல்ஓசி தாண்டி உள்ள பூந்து தூக்கலாம். NIA has no limitations. ശ്രദ്ധിക്കണ്ട്. ഓപ്പറേഷൻ ട്രാവൽ ഡിസംബർ 2026 ഹിറ്റിംഗ് തിയേറ്റേഴ്സ്. അപ്പൊ 2026 ഡിസംബറിലും കത്തനാർ ഇറങ്ങില്ലേ? അതെ, കത്തനാർ കട്ട വെയിറ്റിംഗ് ആണ്. പുള്ളിയുടെ കുഴപ്പമില്ല, നല്ല ടീച്ചറാണ്. അതെ, പക്ഷെ ഭയങ്കര ഒരു ഒരുപാട് അങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എനിക്കൊന്ന് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥയായിരിക്കും. യൂഷ്വൽ സംഭവം. ജയസൂര്യയുടെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പക്ക ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു പോലീസിന്റെ പട്ടാളമാണ്. പട്ടാളം NIA നല്ലതായിട്ട് പടം. പക്ഷെ നമുക്കത് വലിയ ഒത്തിരി എക്സ്പെക്ടേഷൻ ഒന്നും ഇതിനകത്തൊന്നും തോന്നുന്നില്ല നമ്മുടെ ടീച്ചറിൽ നിന്ന്. ഇപ്പൊ ഈ NIA ഒക്കെ ബേസ് ചെയ്ത് ഇങ്ങനത്തെ ബേസ് ചെയ്ത് കുറെ സിനിമകൾ ഇറക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു ജോൺ ലൂതർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, പോലീസായിട്ടുള്ള ജയസൂര്യയുടെ. നല്ല അടിപൊളി സിനിമയാണ്. നല്ല റൈറ്റിംഗ് നല്ലായിരുന്നു അതിന്റെ. നല്ലൊരു, പക്ഷെ ആ സിനിമ അത്ര വലിയ വിജയമായില്ല. ഞങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. അതുപോലെയൊക്കെ വലിയ ത്രെഡുകളൊക്കെ ആണെങ്കിൽ ഒരു യൂഷ്വൽ സിനിമയാണ് നമുക്ക് കണ്ടോണ്ടിരിക്കാം. ഇത് നമുക്ക് പക്ഷേ ഈ ടീച്ചർ കണ്ടിട്ട് അങ്ങനെ ഒരു അത്രയുള്ള ഒരു കണ്ടന്റ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ടീച്ചർ ആയതുകൊണ്ടായിരിക്കും. ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങുമ്പോഴും പിന്നെ കുറച്ചും കൂടി റിലീസായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? അതെ, കുഴപ്പമില്ല, നല്ല അത്യാവശ്യം. മേ ബി നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ ഈ വെടിയും പുകയൊക്കെ ഉള്ളതാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിട്ട് നമുക്ക് പോകാം. കാസിംഗിന് മറ്റേ നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, നമ്മുടെ ഫഗത് ഫാസിലും ഋത്തിക് സിംഗും പിന്നെ നമ്മുടെ രജനീകാന്തും ഉള്ളൊരു വേട്ടയൻ എന്ന തമിഴ് സിനിമ. അതിൽ പുള്ളിക്കാരി ഒരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പം അതുപോലെ ആണോന്നറിയില്ല. അല്ല, പുള്ളിക്കാരിയുടെ റോള് അതിലകത്തൊരു അത്ര അടിപൊളി ആയിരുന്നില്ല പുള്ളിക്കാരിയുടെ റോള്. അപ്പം അതും ഇതും ടെംപ്ലേറ്റ് പോലെ തോന്നുന്നേരെ, സെയിം ടൈം. അതുകൊണ്ട് പറഞ്ഞു. അപ്പം പടം വിജയിക്കട്ടെ. പക്ഷെ ട്രെയിലർ വരുമ്പോൾ നോക്കാം. അപ്പം അടുത്ത വീഡിയോ. ബൈ.